സെയിൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ 8 മണി സമയമാണിപ്പോൾ. സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട്. നമ്മുടെ ചെടികളിലൊക്കെ തട്ടി ഇങ്ങനെ നിഴൽ ചിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വരാന്തയിൽ. രാവിലെ നല്ലൊരു സന്തോഷമുള്ള സമയമല്ലേ നമുക്കൊക്കെ. ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാനുള്ള എനർജി മൊത്തം സേവ് ചെയ്യുന്ന ഒരു സമയമാണ് വീട്ടമ്മമാർക്ക് ഈ സമയം. ഇന്നലെ വരാന്തയിലൊക്കെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചെടികൾക്കൊക്കെ ഒന്ന് വളം ചെയ്ത് കൊടുക്കുന്ന കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആ കാരണം കൊണ്ട് തന്നെ ചെടികളൊക്കെ ഇപ്പോൾ ഇന്ന് നല്ലൊരു ഫ്രഷ് മൂഡിലാണ് നിൽക്കുന്നത്. നമ്മുടെയൊക്കെ ചെടികൾക്ക് മാക്സിമം 2 മാസത്തിനുള്ളിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എന്തായാലും വളം ചെയ്തിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. രാവിലെ കാലിച്ചായ കുടിച്ചതിന് ശേഷമാണ് എൻ്റെ ചെടികളുടെ അടുത്തുള്ള സന്ദർശനം കേട്ടോ. കയ്യിൽ എന്തായാലും ഒരു കോരി എന്തെങ്കിലും ഉണ്ടാവും. അത് മണ്ണൊക്കെ ഒന്ന് ഇളക്കുക, നമ്മൾ അതിൻ്റെ പഴുത്ത ഇലകളൊക്കെ പൊട്ടിച്ചിടുക. ചെടികളെ എന്നും ഫ്രഷ് ആയിട്ട് നമുക്ക് കാണണമെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം. എത്ര നല്ലതല്ലാത്ത വില കുറഞ്ഞ ചെടികളായാലും അത് സെറ്റ് ചെയ്യുന്നതിലാണല്ലോ അതിൻ്റെ ഭംഗി കിടക്കുന്നത്. അതുപോലെ തന്നെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, മുറ്റമൊന്നും ഇൻ്റർലോക്ക് ചെയ്തില്ല, അത്ര ഭംഗിയൊന്നുമില്ല. ഇൻ്റർലോക്ക് ചെയ്ത് മാത്രം മുറ്റം ഭംഗിയാക്കുകയല്ല വേണ്ടത്. നമുക്ക് മണ്ണ് ഉള്ള മുറ്റാണെങ്കിലും നന്നായി നീറ്റാക്കി വൃത്തിയാക്കി അതിനനുസരിച്ചുള്ള പ്ലാന്റൊക്കെ നട്ട് വെച്ചാൽ തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ മനസ്സിനും നല്ല സന്തോഷമായിരിക്കും. വില കൂടിയ പ്ലാന്റുകൾ വെച്ച് ഭംഗിയാക്കാതെ റേറ്റ് കുറഞ്ഞ പ്ലാന്റുകൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഭംഗിയാക്കിയെടുക്കാം. അതൊക്കെ നമ്മുടെ വീടിനോടും മക്കളോടും ചെടികളോടും ഒക്കെ ഉള്ള ഒരു ഇഷ്ടത്തിൻ്റെ പുറത്താണ് വരുന്നത്. അത് നമ്മൾ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സ്വയം നമ്മുടെ മനസ്സിൽ വന്നിട്ട് വേണം അത്. നമ്മുടെ വീടും ചുറ്റുപാടും തരുന്ന ഒരു എനർജി നമുക്ക് ലോകത്ത് എവിടെ പോയാലും കിട്ടാത്ത ഒന്നാണ്. നമ്മുടെ വീടിനുള്ളിലെ സന്തോഷമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അല്ലാതെ നമുക്ക് പുറലോകത്തു നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന സന്തോഷമൊന്നും നമുക്ക് നിലനിന്ന് പോകുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മളെ നിലനിൽപ്പിന് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ വീടും ചുറ്റുപാടും മക്കളും. അതാണ് ബെസ്റ്റ്. അതാണ് ഏറ്റവും മുൻപന്തിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യവും. സെയിൻ രാവിലെ തന്നെ ഫാഷൻ ഫ്രൂട്ട് പഴുത്തത് കാണിച്ചു തരുന്നുണ്ട്. അവനതൊന്ന് പൊട്ടിച്ചെടുത്ത് കൊടുക്കാനുള്ള ധൃതിയിലാണ്. നല്ല പഴുത്ത് നിറയെ കായകളുണ്ടായിട്ടുണ്ട്. വേനൽക്കാലത്ത് ഈ ഫാഷൻ ഫ്രൂട്ട് നമുക്ക് വെള്ളം കലക്കാനും ഒക്കെ ഒരു ഉപകാരപ്പെടുന്ന ഒന്നാണല്ലോ. എന്തായാലും സെയിനിന് സമാധാനമായി. ഫാഷൻ ഫ്രൂട്ടൊക്കെ പൊട്ടിച്ചെടുത്ത് പഴുത്തത് കണ്ടപാടെ അവൻ അതിൽ നിന്ന് ഒട്ടി നുണയാൻ തുടങ്ങിയിട്ടുണ്ട്. ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി നമുക്ക് ഏതെങ്കിലും ഒരു മരത്തിലേക്ക് പടർത്തി വിട്ടാലും നമുക്ക് ആ ഒരു കായ പിടിക്കുന്ന സമയത്ത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ്. മുറ്റത്തിൻ്റെ മൂലയിലുള്ള ചെറിയ കിളിഞ്ഞാവൽ മരത്തുമലാണ് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് പടർന്ന് പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ നമ്മൾ ഓർക്കിഡും കൂടെ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഓർക്കിഡ് ഇപ്പോൾ വളർത്താൻ തുടങ്ങി. എന്തായാലും ഇനി ഓർക്കിഡിനായിട്ട് തന്നെ ഒരു സെക്ഷന് പണിയുന്നുണ്ട്. സമയം മുന്നോട്ട് നീങ്ങുന്നുണ്ട്. വെയിലൊക്കെ നന്നായി വന്നു തുടങ്ങി. ആന്തൂറിയം ചെടികളൊക്കെ ചെറിയ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്താണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെടികൾക്ക് ഞാൻ രാസവളങ്ങളൊന്നും ചെയ്യാറില്ല. ഒരുവിധം ആളുകളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് എന്ത് വളമാണ് ചെടിക്ക് കൊടുക്കുന്നത് എന്ന്. രാസവളങ്ങൾ ഞാൻ എൻ്റെ ചെടിക്ക് യൂസ് ചെയ്യാറില്ല. ചാണകപ്പൊടി വാങ്ങുന്നുണ്ട്. അതുപോലെ നമ്മൾ വെജിറ്റബിളിൻ്റെ വേസ്റ്റ്, മുട്ടത്തോട് പൊടിച്ച് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകമായിട്ട് കരിയില പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെടികൾ കൂടുതൽ ഫ്രഷായി നിൽക്കാൻ വേണ്ടി ചെയ്യുന്നത് നമ്മൾ നന കൊടുക്കുന്ന സമയത്ത് ലീഫുകളിലൊക്കെ നന്നായി വെള്ളം നനച്ച് അതിലുള്ള ചെളികളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കാറുണ്ട്. പിന്നെയുള്ള ഒരു സംശയമാണ്, ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്നു, ഇൻഡോറിൽ വെക്കുന്ന ചെടികൾ ഹെൽത്തി ആവുന്നില്ല, അതുപോലെ ചീഞ്ഞു പോകുന്നു എന്നൊക്കെയുള്ള പരാതികളൊക്കെ പറയാറുണ്ട്. അതിനൊരു പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഇൻഡോറിൽ ഏത് പ്ലാന്റാണ് സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ അത് അതിൻ്റെ ഹെൽത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക ആ ഒരു സാഹചര്യം ആ ചെടിക്ക് പിടിക്കുന്നില്ല. നമ്മൾ നേരെ അത് വേറൊരു സ്ഥലത്തേക്ക് സെറ്റ് ചെയ്യുക. ആ സ്ഥലത്ത് അത് ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തെ ഒരു ചുറ്റുപാടുകളും നമ്മുടെ ചെടിക്ക് പിടിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം.
ആ ചെടിയെ നമ്മൾ വീണ്ടും സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന ഒരു ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് ഹെൽത്തി ആയി വരുന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ചെടികൾക്ക് സ്യൂട്ടായ സ്ഥലം അതാണെന്ന് മനസ്സിലാക്കി അങ്ങനെ വേണം നമ്മൾ നട്ടുകൊടുക്കാനും സെറ്റ് ചെയ്യാനും. ചില വീടുകളിൽ ഒട്ടും സൂര്യപ്രകാശം ഇല്ലാത്ത ഏരിയ ഉണ്ടാവും. അതാണ് ചെടികൾക്ക് പിടിക്കാതെ വരുന്നത്. വീട്ടിൽ ഫിഷിനെ വളർത്തുന്ന ആളുകളാണെങ്കിൽ ആ ഫിഷ് ടാങ്കിലെ വെള്ളം ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ ചെടികൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ വരാന്തയിലാണ് ചെടികളെ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നത്. വീടിനകത്ത് വെച്ച ചെടികളെക്കാളും നല്ല രീതിയിൽ വളരുന്നത് വരാന്തയിലെ ചെടികളാണ്. ചെടികളുടെ തിരക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു സുന്ദരിയും ഒരു സുന്ദരനും ഉണ്ട് എനിക്ക്. അവരുടെ കാര്യങ്ങളെയും തീരുമാനമാക്കിയിട്ട് വേണം ഇനി കിച്ചണിലേക്ക് പോകാനായിട്ട്. ഇവള് നല്ല മിടുക്കി കുട്ടിയാണ് കേട്ടോ. ഇവള് നല്ല അനുസരണയും അതുപോലെ അത്യാവശ്യം കുസൃതിയും ഒക്കെ ഉള്ള ഒരാളാണ്. എന്നാൽ നമ്മുടെ മടിയനായ ഒരു പുത്രനുണ്ട്. നന്നായി താലോലിച്ച് കൂടെ കിടക്കുക, അതുപോലെ മടിയിൽ കയറിയിരിക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ മൂപ്പരെ സന്തോഷം. ഏത് സമയത്തും ഇങ്ങനെ കൊഞ്ചിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം, എന്നാൽ ആൾ നല്ല സോഫ്റ്റാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഉറവിടമായിട്ട് ഇവർ രണ്ടുപേരും മാറിയിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളും കഴിഞ്ഞ് ഇനി കിച്ചണിലേക്കാണ് കേട്ടോ. വെയിൽ നാളങ്ങളൊക്കെ അടുക്കളയിലേക്ക് എത്തി നോക്കാൻ തുടങ്ങി. എന്തായാലും കിച്ചണിലെത്തി കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി. ഇന്ന് ചപ്പാത്തിയും കറിയൊക്കെ ആണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ തിരക്കിലേക്കാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഓൺലൈൻ സെയിലിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ഇതൊക്കെ നമ്മുടെ ഓൺലൈൻ സെയിലിൽ റെഡി ആയി കിടക്കുന്ന ചെടികളാണ്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ സെയിൽ ചെയ്യാനുള്ള ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രൊപ്പഗേഷൻ ഏരിയ ഒക്കെ മറ്റൊരു ഭാഗത്താണ്. റെഡിയായ ചെടികളാണ് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റുന്നത്. എന്തായാലും ഓൺലൈനായിട്ട് പ്ലാന്റുകൾ ആവശ്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന ബന്ധപ്പെടുക. വാട്സപ്പിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോയും റേറ്റും കാര്യങ്ങളൊക്കെ അയച്ചു തരാം. DTDC കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റ് അയക്കുക. ഒരിക്കലും അത് ഹോം ഡെലിവറി അല്ല. ബാക്കി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. ഏതായാലും വീഡിയോ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.